ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവകൃപയാൽ ഒരു പ്രാവശ്യം കൂടെ വലിയ നോമ്പിലേക്ക് കടക്കുവാൻ വലിയവനായ ദൈവം അവസരം തന്നതിനായി നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവകൃപ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5:15 ഇപ്രകാരം പറയുന്നു: എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അതെ, ആദാമിന്റെ പാപത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ നൽകി. അവന്റെ ജീവൻ കാൽവറിയിൽ യാഗമായി അർപ്പിച്ചു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഈ നോമ്പുകാലം ഇടയാകട്ടെ. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മുടെ മേൽ ചൊരിയപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ ദൈവകൃപ. നെരിപ്പോടുപോലെ കത്തിയെരിയുന്ന ജീവിതത്തിന്റെ മധ്യത്തിലും പരിശുദ്ധ കന്യകമറിയാം ഇങ്ങനെ പറയുന്നു: എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അതിൻ്റെ പേരാണ് ദൈവകൃപ. വിക്കനായ മോശ, കുഷ്ഠരോഗിയുടെ സൗഖ്യം, മരിച്ചവനായ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, തളർവാദ രോഗിയുടെ സൗഖ്യം, ഇതെല്ലാം ഈ ദൈവകൃപയുടെ ഉദാഹരണങ്ങളാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തളർന്നു പോകാതെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കൂടെ അതിനെ മറികടക്കുവാൻ നാം ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടാതെ, ചോദിക്കാതെ ദൈവം നൽകിയ പരിധികളില്ലാത്ത അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷണവും ഓരോ പ്രശ്നവും നമ്മെ ഒരു പുതു സൃഷ്ടിയാക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എത്രയേ വേണ്ടത്. തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടത് നൽകി തരും. നമ്മുടെ ക്രിസ്തുവും പിശാചിന്റെ അനേകം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും അതിനെയെല്ലാം അവൻ ജയിച്ചു. അവൻ 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നുവെന്ന് പറഞ്ഞു. നമ്മൾ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും കൂടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും കടന്നു പോകേണ്ടതാണ്. ഗലാത്യർ 5:4 ഇപ്രകാരം പറയുന്നു: ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവരായ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കുവാനായി 3 കാരിരുമ്പാണിമേൽ ക്രൂശന്മേൽ യാഗമായി അർപ്പിക്കപ്പെട്ട ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന യേശുവിന്റെ പാതയെ നമുക്കും പിന്തുടരാം. ആ രക്ഷയുടെ കൂടാരത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. അതിനായി ഈ നോമ്പുകാലം എല്ലാവരെയും ഇടയാക്കട്ടെ. ദൈവമായ കർത്താവെ, കൃപയിൽ നിന്നും വീണു പോകാതെ കൃപമേൽ കൃപ ലഭിപ്പാൻ അടിയങ്ങൾ എല്ലാവരെയും ഇടയാക്കണമേ. ആമേൻ.